ഒരു ഫോട്ടോ ഒരാളുടെ ജീവിതത്തെ പൂർണ്ണമായി തകർക്കുമെന്നത് നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിന്ന് വരെ ആരും വിശദീകരിക്കാത്ത ഒരു ഡർക്ക് കേസ്. അനുപമയ്ക്ക് ഒരു കുടുംബ ഫോട്ടോ ഉണ്ടായിരുന്നു. അമ്മ, അച്ഛൻ, കൂടെ അവൾ. സന്തോഷമുള്ള ഒരു സാധാരണ ചിത്രം, വീട്ടിലെ ഭിത്തിയിൽ പതിറ്റാണ്ടുകളായി തൂങ്ങിയിരിക്കുന്നത്. ഒരു ദിവസം ഡസ്റ്റ് തുടയ്ക്കുമ്പോൾ അവളുടെ കണ്ണ് പെട്ടെന്ന് ഫോട്ടോയുടെ മൂലയിലേക്ക് പായി. അവിടെ ഒരാളുടെ മങ്ങിയ ഒരു മുഖം. അനുപമ ഞെട്ടി. ഇത് ഞങ്ങളുടെ വീട്ടിലാരാണ്? ചിത്രമെടുത്തിട്ട് വീണ്ടും നോക്കി. പിന്നിൽ ആരുമില്ലാതിരിക്കാൻ അതവൾ ഉറപ്പായിരുന്നു. അടുത്ത ദിവസം അവൾ വീണ്ടും ഫോട്ടോക്ക് മുന്നിലൂടെ നടന്നു. പക്ഷെ ഈ തവണ അവളുടെ കാലുകൾ നിലയ്ക്കാൻ കാരണമായത് അവിടെ കാണപ്പെട്ട ആ മുഖം കുറേ വ്യക്തമായിരുന്നു. അത് മങ്ങിയില്ല, ഒരു മനുഷ്യന്റെ മുഖം പോലെ, തണുത്ത കൺമുനകൾ. അവൾ തന്റെ ഫോൺ ഗാലറിയിലെ ഒറിജിനൽ ഫോട്ടോ തുറന്നു. അതൊന്നും മാറിയില്ല. ബാക്കിൽ ആരുമില്ല. പക്ഷേ വോളിലുള്ള പ്രിന്റ് യാഥാർത്ഥ്യമല്ലാത്ത വിധം മാറിയിരുന്നു. മൂന്നാം ദിവസം ഫോട്ടോയിൽ മാറ്റം ഭീകരമായി. ആ മുഖം ഇനി പിന്നിലല്ല, അനുപമയുടെ തന്നെ ചേർന്ന് നിന്നു. കൈ അവളുടെ തോളിൽ വെച്ചതുപോലെ. ഇരുട്ടിൽ നിന്ന് പുറത്തെത്തുന്ന നീളമുള്ള വിരലുകൾ. അവളുടെ മുഖം മങ്ങി. ആ അറിയാത്ത മുഖം അവൾക്ക് അടുത്തിരിക്കുകയായിരുന്നു. അനുപമ ഭീതി കൊണ്ട് ഭിത്തിയിൽ നിന്ന് ഫോട്ടോ ഊരി നിലത്തേക്ക് വീശിവിട്ടു. അവൾ പഴയ ആൽബം എടുത്തു. അമ്മയോട് ചോദിച്ചു, "അമ്മേ, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത്?" അമ്മ ശാന്തമായി പറഞ്ഞു, "കൊല്ലപ്പെട്ട വീട്ടിൽ താമസിച്ചിരുന്ന സമയം. ഞങ്ങളുടെ അയൽ വീട്ടിൽ ഒരു പുരുഷൻ മരിച്ചിരുന്നു. അവൻ ഫോട്ടോകളിൽ താൻ ഉണ്ടായിരുന്നത് പോലെയാണ് എപ്പോഴും തോന്നിക്കാറുണ്ടായിരുന്നു." അനുപമയുടെ ഹൃദയം നിന്നു. "എന്തോ?" അമ്മ തുടർന്നു, "നമ്മളെ വിട്ടുപോകാൻ അവൻ ഇഷ്ടമുണ്ടായിരുന്നില്ല." അതേ രാത്രി ഫോട്ടോ വീണ്ടും ഭൂതലത്തിൽ കിടക്കുന്നതായി കാണിച്ചു. അവൾ ചെയ്യാതി, "ആരും വീട്ടിലില്ല, ഇതെങ്ങനെ വീണു?" അവൾ ഫോട്ടോ എടുത്തു, തിരിച്ചു നോക്കി. ആ അധിക മുഖം ഇനി അവളുടെ പിന്നിലല്ല, ഫോട്ടോയിൽ നിന്ന് നേരെ അവളെ നോക്കുകയായിരുന്നു. കണ്ണുകൾ തുറന്ന്, തണുത്ത, ജീവിച്ചിരിക്കുന്ന പോലെ. ഫോട്ടോയുടെ ഗ്ലാസിൽ ഒരാളുടെ വിരലടയാളം. ചില ഫോട്ടോകൾ മാറ്റം വരുന്നതല്ല, ആരും നമ്മെ വിട്ടുപോകാതെ വീണ്ടും വരുന്നതാകാം. ഇതുപോലുള്ള കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.